നമ്മളിനി പോകുന്നത് തുമ്പിച്ചാൽ എന്ന മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ അവിടെ ചെന്നതിന് ശേഷം കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തുമ്പിച്ചാൽ എന്ന അതിമനോഹരമായ പ്രദേശത്താണ്. ധാരാളം വിനോദസഞ്ചാരികളും സമീപവാസികളും നിത്യേന ഇവിടെ വന്ന് നന്നായി ആസ്വദിച്ചു പോകുന്നൊരു സ്ഥലമാണിത്. ചാലക്കൽ നിന്നും തടിയിട്ടപറമ്പിലേക്ക് പോകുന്ന വഴിയരികിലാണ് ഈ മനോഹരമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അധികാരികൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പാർക്കും ബോട്ടിങ്ങും തന്നെയുമല്ല കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം കൂടി ഇവിടെ തുടങ്ങുവാൻ സാധിക്കും. കച്ചവടക്കാർക്കും ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ഈ നാടിൻ്റെ വികസനത്തിനും നന്മയ്ക്കും ഇത് ഏറെ മുതൽക്കൂട്ടായിരിക്കും. ഞങ്ങൾ ട്രൂ ചാനലിൽ നിന്നും വന്നവരാണ്. ഇവിടുത്തെ വികസനത്തെപ്പറ്റി എന്താണ് അഭിപ്രായം? എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു വികസനം കൊണ്ടുവരണം. തന്നെയുമല്ല ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്കും ഒരു ബോട്ടിങ്ങും പിന്നെ മുതിർന്നവർക്കിരിക്കാൻ വേണ്ട സൗകര്യങ്ങളും ചെയ്തു തരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടി ആക്കണമെന്നാണ് നാട്ടുകാരനായ എൻ്റെ അഭിപ്രായം. ഈ നാടിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കുമായി മേലധികാരികൾ എത്രയും പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. തുമ്പിച്ചാലിൽ നിന്നും ട്രൂ ചാനലിന് വേണ്ടി ക്യാമറാമാൻ റഫീഖിനൊപ്പം റിപ്പോർട്ടർ ശശികുമാർ. ഞങ്ങൾ ട്രൂ ചാനലിൽ നിന്നും വന്നവരാണ്. ഇവിടുത്തെ വികസനത്തെപ്പറ്റി അങ്ങനെയൊക്കെ എന്താണ് അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ഈ കീഴ്പാട് പഞ്ചായത്തിൽ ഈ ചിറയുടെ ഭാഗവും പരിസരവും 2016 ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ തുടക്കം കുറിച്ചതാണ്. അത് വളരെ നന്നായിട്ടുണ്ട്. അത് കൂടാതെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വികസനത്തിലൂടെ ചെയ്യാനുണ്ട്. ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് കുട്ടികൾക്കെല്ലാം വന്ന് വിശ്രമിക്കാനും അതുപോലെ തന്നെ ഇവിടെ പല വ്യായാമ മുറകളെല്ലാം ചെയ്യാനും കുട്ടികൾക്ക് സ്പോർട്സ് മുതലായ കാര്യങ്ങൾക്കൊക്കെ സൗകര്യമൊരുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അങ്ങനെ വളരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അത് ഈ ചിറയെല്ലാം പായൽ പിടിച്ച് എല്ലാം വളരെ മോശമായിട്ട് കിടന്നിരുന്നത് ഇവിടുത്തെ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വളരെയധികം ബുദ്ധിമുട്ടി ഈ പായലുകളെല്ലാം വാരി വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്ന എല്ലാം ക്ലീൻ ചെയ്ത് പുല്ല് തിന്നുന്ന മത്സ്യത്തെയും എല്ലാം ഇതിനകത്ത് ഇട്ട് ഇപ്പോൾ വളരെ നീറ്റായി വൃത്തിയായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ചെറിയ ഒരു തുക കൊണ്ടെല്ലാം കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കിൻ്റെ സാമഗ്രികളായി കുറച്ചെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇവിടെ ഇതിൻ്റെ ചുറ്റിനും കുറേ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് വൈകുന്നേരം വന്ന് റെസ്റ്റ് എടുക്കുവാനും ചെറിയ വ്യായാമങ്ങൾ ചെയ്യുവാനും കുട്ടികൾക്ക് സ്പോർട്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുവാനും വേണ്ടിയിട്ട് നമുക്ക് ഇനിയും ഇത് കുറച്ചുകൂടെ ഡെവലപ്പാക്കാനുണ്ട്. അത് ജില്ലാ പഞ്ചായത്തും കീഴ്മാട് പഞ്ചായത്തിൻ്റെ കരുതലോടുകൂടി നല്ലൊരു ഫണ്ട് ഇതിനു വേണ്ടി ഒരുക്കി തരണമെന്നും ആണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്.
ഇവിടുത്തെ റെസിഡൻറ്റ് അസോസിയേഷൻ ഒരു മാസ്റ്റർ പ്ലാൻ കൊടുത്തിരുന്നു. അതനുസരിച്ചുള്ള കുറച്ച് പണികളൊക്കെ ഇവിടെ നടത്തി. ഇനി ഇവിടെയും ചെയ്യണം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുള്ളതിൽ, ഞങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളതിൽ ഇവിടെ ഒരു കുട്ടികൾക്ക് ഒരു കാർ ഡ്രൈവിംഗ്, ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചുറ്റും ചിറക്ക് ചുറ്റും ഡ്രൈവിംഗ് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണം. പിന്നെ വയസ്സായ ആളുകൾക്ക്, നമ്മുടെ നാട്ടിലെ വയസ്സായ ആളുകൾ വെറുതെ വിനോദത്തിനും വിജ്ഞാനത്തിനും ഇടമില്ലാത്ത രീതിയിൽ കഴിഞ്ഞു കൂടുന്നൊരു അവസരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇരിക്കാൻ കുറച്ച് ചാരി ബെഞ്ചുകളും അവർക്ക് സംഗീതം കേട്ട് ആസ്വദിക്കാനുള്ള ഒരു സൗകര്യവും പിന്നെ ഇവിടെ ഒരു ഹൈമാക്സ് ലൈറ്റും എല്ലാം ഇട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ കുട്ടികൾക്കും വയോജനങ്ങൾക്കും എല്ലാം ചെറുപ്പക്കാർക്കും എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പാർക്കായിട്ട് ഇതിനെ മാറ്റാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് അധികാരികളും ജില്ലാ പഞ്ചായത്ത് അധികാരികളും എല്ലാം ശ്രമിച്ച് MLA യും എല്ലാം ശ്രമിച്ച് നല്ലൊരു പാർക്കാക്കി മാറ്റണം എന്നുള്ളതാണ് ഇവിടുത്തെ റെസിഡൻറ്റ് അസോസിയേഷൻ അംഗങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ പറയാൻ ഇടവന്നത്. ജില്ലാ പഞ്ചായത്ത് മുത്തലിബ് ആണ് ഇതിന് തുടക്കം കുറിച്ചത്. ആദ്യമായിട്ട് വളരെയധികം അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ വളരെയധികം സഹായ സഹകരണങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും MLA യുടെ ഭാഗത്തു നിന്നും എല്ലാം വളരെ പ്രയോജനകരമായ രീതിയിൽ നാട്ടുകാർക്ക് ഗുണപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ള പ്രത്യാശയോടെ ട്രൂ ചാനലിൽ നിന്നും ക്യാമറാമാൻ റഫീഖിനൊപ്പം റിപ്പോർട്ടർ ശശികുമാർ. ഹലോ, ഞങ്ങൾ ട്രൂ ചാനലുകാരാണ്. പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഫാമിനെ പറ്റി ചില കാര്യങ്ങൾ ചോദിച്ചറിയാമെന്നതാണ്. താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് അയ്യപ്പൻ. എത്ര കാലമായി ഇവിടെ ഈ ഫാം തുടങ്ങിയിട്ട്? ഏകദേശം 2 കൊല്ലത്തോളമായി. തുടങ്ങിയ സമയത്ത് ഇത്രയധികം ആടുകളിവിടെ ഉണ്ടായിരുന്നോ? തുടക്കത്തിൽ ആടുകൾ കുറവായിരുന്നു. പിന്നീട് പലയിനം ആടുകളെ വാങ്ങി. ഇവിടെ പ്രസവിച്ച് വളർന്ന ആടുകളുമുണ്ട്. ഇപ്പോൾ ഏതെല്ലാം ഇനം ആടുകൾ ഉണ്ട് ഇവിടെ? ഇവിടെ ഇപ്പോൾ ജമുന പ്യാരി, ബീറ്റൽ, മലബാറി, നാടൻ എന്നിങ്ങനെ ഇനങ്ങളൊക്കെ ഉണ്ട്. അയ്യപ്പൻ ഒറ്റയ്ക്കാണോ കറക്കുന്നത് അതോ മറ്റു വല്ലവരും സഹായത്തിനുണ്ടോ? സഹായത്തിന് ഇപ്പോൾ ആരുമില്ല, സ്വന്തമായി തന്നെയാണ് കറക്കുന്നത്. ഒരു ദിവസം ശരാശരി എത്ര ലിറ്റർ പാൽ കിട്ടും? ഏകദേശം 4 ലിറ്റർ കിട്ടും. വെളുപ്പിന് എത്ര മണി മുതൽ കറന്നു തുടങ്ങും? രാവിലെ 6 മണി മുതൽ. ആടിന് തീറ്റകൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? പ്ലാവില, പുല്ല്, പിണ്ണാക്ക്, തവിട്, തിരി ഇതൊക്കെ കൊടുക്കും. എപ്പോഴൊക്കെയാണ് തീറ്റകൾ കൊടുക്കുന്നത്? കാലത്ത്, ഉച്ചയ്ക്ക്, പിന്നെ വൈകുന്നേരം. ആടുകളെ പുറത്തേക്കൊക്കെ അഴിച്ചു വിടാറുണ്ടോ? ഇല്ല, പുറത്തേക്കൊന്നും അഴിച്ചു വിടാറില്ല. പുതിയ ഫാമുകൾ എവിടെയെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആ, അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഈ ഫാമിൻ്റെ വരുമാനത്തിൽ നിന്നും കുടുംബ ചെലവുകളൊക്കെ നടന്നു പോകുന്നുണ്ടോ? ആ, നടന്നു പോകുന്നുണ്ട്.
സർക്കാരിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ല, ഒന്നും കിട്ടുന്നില്ല. ഏതായാലും അയ്യപ്പൻ്റെ ആട് ഫാമിനെ പറ്റി വളരെ വിലപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഇനിയും ധാരാളം വിവരങ്ങളിലേക്ക് വളരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കീഴ്മാടിൽ നിന്നും ട്രൂ ചാനലിന് വേണ്ടി ക്യാമറാമാൻ റഫീഖിനൊപ്പം റിപ്പോർട്ടർ ശശികുമാർ.